നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിനോടനുബന്ധിച്ചിട്ടുള്ള ക്ലാസ്സിലാണ് ചെയ്തിട്ടിരിക്കുന്നത്. തൊഴിൽ വാർത്താ ക്വസ്റ്റ്യൻസും അതിനോടൊപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ 2024 നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റേജ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് പരിചയപ്പെട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. നിങ്ങൾ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. അതല്ല, ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ആൻസർ ചെയ്യുന്നത് നോക്കി നിൽക്കാതെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ശരിയാണെന്ന് മാത്രം നോക്കി പോവുക. അല്ലെങ്കിൽ പുതിയൊരു മെത്തേഡാണോ നമ്മൾ പറയുന്നത് എന്നുകൂടി നോക്കുക. അതല്ല, നിങ്ങൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ 2024 ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതാണ് ആ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? അർജുൻ തന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി, പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ നടന്നു, പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ നടന്ന് ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ പിന്നിട്ടു. ഇപ്പോൾ അവൻ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്? സാധാരണ നോർമലി നമ്മൾ കണ്ടുവരുന്ന ചോദ്യം തന്നെയാണ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ പറയാൻ ഇത്രയേ ഉള്ളൂ. അർജുൻ തന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ കിഴക്ക് പടിഞ്ഞാറൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സോ നമുക്ക് നോക്കാം. നമ്മൾ ദിശ പറയുമ്പോൾ ഇത് എപ്പോഴും വടക്ക്, ഇത് തെക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. അപ്പോ എന്താണ്? അർജുൻ വീട്ടിൽ നിന്നും 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. അപ്പൊ ഇങ്ങോട്ട് പടിഞ്ഞാറ് മീൻസ് ഇങ്ങോട്ടാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കാം. ഇവിടെയാണ് അർജുന്റെ വീട്, ഹോം എന്ന് വിചാരിക്കാം. അവിടെ നിന്നും 15 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി. സോ ഇത് 15 ആണ് അല്ലെ. ഇനി എന്ത് ചെയ്യുന്നു? അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞു എന്നാണ്. 25 കിലോമീറ്റർ ആണല്ലേ, സോറി 25 കിലോമീറ്റർ ആണ്. ഓക്കെ, 25 കിലോമീറ്റേഴ്സ് അല്ലെ. ഇതിനെന്താ പറയുന്നത്? അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് പോകുന്ന അർജുന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത്, ഇടന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും അല്ലെ. ഇങ്ങോട്ട് പോയി എത്ര പോകുന്നു? 15 കിലോമീറ്റർ നടന്നു എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ഇനി എന്ത് ചെയ്യുന്നു? അവിടെ നിന്നും കിഴക്കോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. കിഴക്ക് ഇങ്ങോട്ടല്ലേ, കിഴക്ക് ഇങ്ങോട്ടല്ലേ. സോ ഇങ്ങോട്ട് തിരിഞ്ഞ് എത്ര പോകുന്നു എന്ന് പറയാം? 40 കിലോമീറ്റർ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് 25 കിലോമീറ്റർ ആയതുകൊണ്ട് 40 കിലോമീറ്റർ എന്തായാലും ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകും അല്ലെ. ഇത് 25 ഉള്ളൂ. സോ ഇത് 40 കിലോമീറ്റർ. ഇനി എന്ത് പറയുന്നു? അവിടെ നിന്നും ഇടത്തേക്ക് തിരിയുന്നു. ഇങ്ങോട്ട് പോകുന്ന അർജുന മീൻസ് ഞാൻ നിൽക്കുന്ന പോലെയാണ് പോകുന്നത്. ഇടന്ന് പറയുന്നത് അങ്ങോട്ടായിരിക്കും അല്ലെ. അങ്ങോട്ട് തിരിഞ്ഞ് എത്ര പോകുന്നു? 15 കിലോമീറ്റർ പിന്നോട്ട്. മീൻസ് ഇതേ ഡിസ്റ്റൻസിന് ഇവിടെയും. അപ്പൊ അതേ അകലം തന്നെ വരയ്ക്കുക. 15 കിലോമീറ്റർ. ശരിയല്ലേ? അവിടെ നിൽക്കുന്നു എങ്കിൽ വീട്ടിൽ നിന്നും എത്ര അകലം എവിടെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പൊ ഇതാണ് എൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇത് വീട്ടിൽ നിന്നും എത്ര അകലെയാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. വീട് ഇതാണ് എങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ അല്ലേ. ഇത് മുഴുവൻ 40, ഇത്രയും 25, ബാക്കി എന്തായിരിക്കും? 40 മൈനസ് 25 എന്ന് പറയുന്നത് 15 കിലോമീറ്റർ ആയിരിക്കും. സോ ഡിസ്റ്റൻസ് 15 കിലോമീറ്റർ. സിമ്പിൾ അല്ലേ. മൊത്തം 40, ഇത്രയും ഭാഗം 25 ട്രാവൽ ചെയ്തു, ബാക്കി കണ്ടുപിടിക്കാൻ 40 മൈനസ് 25 15 കിലോമീറ്റർ. ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. 15 കിലോമീറ്റർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ ചോദ്യമായിരുന്നു, എളുപ്പമുള്ള ചോദ്യം. എപ്പോഴും നമ്മൾ ചെയ്യുന്ന തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അപ്പൊ നമുക്ക് അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ സെക്കൻഡ് വൺ, ഇതാണ് ചോദ്യം. എന്താണ്? ആൽഫ സംഖ്യാശ്രേണിയിലെ അടുത്ത പദം എന്തെന്നാണ് ചോദ്യം. അപ്പോൾ ആ ശ്രേണി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. എന്താണ്? Z1a. അപ്പൊ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് Z1a എന്നാണ്. സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് X2d എന്നാണ്. ദെൻ അടുത്ത പറഞ്ഞിരിക്കുന്നത് V6g എന്നാണ്. ദെൻ അടുത്ത പറഞ്ഞിരിക്കുന്നത് T21 ദെൻ J എന്നാണ്. ദെൻ R88 ദെൻ M P445P. ഇതാണ് സംഭവം അല്ലെ. നെക്സ്റ്റ് ആണ്, അടുത്താണ് നമ്മളുള്ള ചോദ്യം. ശരിയല്ലേ? നോക്കാം നമുക്ക് ഇത് എങ്ങനെയാണ് പോയിക്കുന്നത് നോക്കിയേ. Z അല്ലെ, XYZ അല്ലെ. Z നിന്നും 2 മൈനസ് ചെയ്താണ് X എഴുതിയിരിക്കുന്നത്. അതിൽ നിന്നും വീണ്ടും 2 മൈനസ് ചെയ്താണ് V എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് വീണ്ടും 2 മൈനസ് ആണ് T എഴുതിയിരിക്കുന്നത്. 2 മൈനസ് ചെയ്ത് R എഴുതിയിരിക്കുന്നു. വീണ്ടും 2 മൈനസ് ചെയ്ത് P എഴുതി. ഇപ്പൊ 2 വീതം മൈനസ് ചെയ്താണ് വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടി നമ്മൾ ആദ്യമേ എഴുതി വയ്ക്കുന്ന ഒരു സംഭവം ഉണ്ട്. ABCD എഴുതി വെച്ചിട്ട് മുകളിൽ 1 to 26, അവിടെ നിന്ന് തിരിച്ചും 1 to 26 എഴുതി വെക്കാറുണ്ട്. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്. ഇത് 2 വീതം മൈനസ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ അല്ലേ. സോ P നിന്ന് 2 മൈനസ് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിയിൽ നിന്ന് 2 മൈനസ് ചെയ്ത് നമുക്ക് MNOP ആണ് അല്ലെ. ഒന്ന് എഴുതാം, ജസ്റ്റ് എഴുതി വെക്കാം. ഞാൻ ആ ശ്രേണി എഴുതി വെച്ചിട്ടില്ല. സോ MNOP. പിയിൽ 2 മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? P ഇങ്ങനെ വരിക അല്ലെ. ഇത് നോക്കിയാൽ മതി. XYZ നിന്ന് ഇവിടെ നിന്ന് 1 2. സോ പിയിൽ നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 2. സോ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ N ആയിരിക്കും വരുന്നത്. N വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ആൻസർ ചൂസ് ചെയ്യാം. പക്ഷേ എല്ലാ രണ്ടെണ്ണത്തിന്റെ എയുടെയും സിയുടെയും ഫസ്റ്റ് N ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ ഡയറക്റ്റ് ആയിട്ട് കയറിയിട്ട് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം കൂടി അവസാനത്തെ നോക്കിയാൽ ആ N വരുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ അവോയ്ഡ് ചെയ്യാം? ബിയും ഡിയും അവോയ്ഡ് ചെയ്യാം.
ദെൻ എയും സിയും മാത്രം നോക്കിയാൽ മതി. എയും സിയുടെ അവസാനം കൂടി കിട്ടിയ സിമ്പിൾ ആണ്. കാര്യം എയുടെയും ഡിയുടെയും അവസാനത്തെ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. ലാസ്റ്റ് എന്താണ് നോക്കാം. നോക്കി എ ബി സി ഡി അല്ലെ, 3 കഴിഞ്ഞിട്ടാണ് +3 ആണ് അല്ലെ. ഇവിടെ കറക്റ്റാണ്. നോക്കി ഡി ഇ എഫ് ജി +3 ആണ്. അപ്പൊ എല്ലാം +3. സോ പിയുടെ ഒപ്പം +3 ആയിരിക്കും വരുന്നത് അല്ലെ. പി കഴിഞ്ഞിട്ട് എങ്ങനെ വരുന്നത് നമ്മൾ നോക്കിയാൽ മതി. എ കഴിഞ്ഞ് ബി സി ഡി ശരിയല്ലേ, മൂന്നാമത്തത്. അപ്പൊ പി കഴിഞ്ഞ് ക്യു ആർ എസ്. അപ്പൊ ലാസ്റ്റ് വരുന്നത് എന്തായിരിക്കും? എസ് ആയിരിക്കും. അപ്പൊ എൻ എസ് വരുന്ന ഏതാണ്? അത് എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. സോ ആൻസർ അവിടെ തന്നെ ചൂസ് ചെയ്യാം. നമ്പർ നോക്കണ്ട. ഈ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പോവാ. എങ്ങനെയാണ് ആ നമ്പർ, മിഡിലുള്ള നമ്പർ വന്നിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് അങ്ങനെയൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ PSC എക്സാം ആണ് എഴുതുന്നത്. നമുക്ക് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞു മതി. ഇനി അടുത്ത് നോക്കാം. അടുത്തൊരു സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിയേ, വർഷത്തിലെ ആദ്യ ദിവസം അതിവർഷം ഒഴികെയാണ്. നിങ്ങളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിലെ ക്വസ്റ്റ്യന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളൊന്ന് വായിച്ചു പോകുക. നമുക്ക് കറക്റ്റ് ആയിട്ട് അവർ എനിക്കൊന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചിട്ട് അവർ മലയാളത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുറെ ക്വസ്റ്റ്യൻ, കുറെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. നിങ്ങൾ ഇംഗ്ലീഷും മലയാളം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ അത് ഉണ്ടെങ്കിൽ കേട്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് അത് വായിച്ചു പോവാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. എനിക്കൊന്ന് ഈ ക്വസ്റ്റൻ അത് ഇംഗ്ലീഷ് മലയാളം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇനി വർഷത്തിലെ ആദ്യ ദിവസം അതിവർഷം ഒഴികെ, അതായത് ലീപ്പ് ഇയർ അല്ലാത്തതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിവർഷം അല്ലാത്തൊരു വർഷമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ അങ്ങനെയാണ് എഴുതേണ്ടത്. ട്രാൻസ്ലേഷൻ അങ്ങനെ വന്നാണ് നമുക്കൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് മേ ബി. വർഷത്തിലെ ആദ്യ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസമുണ്ട്. അപ്പൊ സിമ്പിൾ എടുത്തേ ഉള്ളൂ. നോർമൽ ഇയർ അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സാധാരണ വർഷത്തിൽ ആദ്യ ദിവസം വർഷത്തിൽ, അതായത് ജനുവരി 1 എന്ന് പറയുന്നത് ഞായറാഴ്ചയാണെങ്കിൽ അതിന്റെ അവസാന ദിവസം നമുക്കറിയാം. ഒരു സാധാരണ വർഷമാണെങ്കിൽ സിമ്പിൾ ആണ്. ഏതാണോ ജനുവരി 1 അത് തന്നെ ആയിരിക്കും അവസാന ദിവസം. അതായത് ഡിസംബർ 31 അത് തന്നെ ആയിരിക്കും. സോ ഇവിടെ ആൻസർ ഞായർ തന്നെയാണ്. ഓർത്ത് വെച്ചോളുക. ഒരു സാധാരണ വർഷത്തിൽ ജനുവരി 1 ഏത് ദിവസമാണോ അത് തന്നെയായിരിക്കും ആ വർഷത്തിലെ അവസാന ദിവസം, ഡിസംബർ 31 എന്ന് പറയുന്നത്. ഇനി ഒരു വർഷം അതിവർഷമാണെങ്കിൽ ഇപ്പോ ജനുവരി 1 എന്താണോ അതിന് തൊട്ടടുത്ത ദിവസമായിരിക്കും ഡിസംബർ 31. അതായത് ജനുവരി 1 ഞായറാഴ്ചയാണ് എങ്കിൽ ഡിസംബർ 31 എന്ന് പറയുന്നത് അത് തിങ്കളാഴ്ച ആയിരിക്കും. ജസ്റ്റ് 1 ഡേ മുമ്പോട്ടായിരിക്കും എടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോളുക. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യൻ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4th one. ഓക്കെ, 4th ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? പി ക്യൂവിന്റെ സഹോദരിയാണ്. ആർ എന്നത് ക്യൂവിന്റെ അമ്മയാണ്. എസ് എന്നത് ആറിന്റെ പിതാവാണ്. എസിന്റെ അമ്മയാണ് ടി എങ്കിൽ പിക്ക് എസുമായുള്ള ബന്ധം എന്ത് എന്നാണ് ചോദ്യം. ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കുന്ന രീതി ചിലപ്പോൾ ഞാൻ പറയുന്ന രീതി ആയിരിക്കില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ പഠിക്കുന്ന രീതിയേക്കാൾ ബെറ്റർ ആണെന്ന് തോന്നുന്നു, അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആണെന്ന് തോന്നുന്നത് മാത്രം ഞാൻ പറയുന്ന മെത്തേഡ് ചൂസ് ചെയ്യുക. അല്ലാണ്ട് ഒരുപാട് എല്ലാ മെത്തേഡോടെ പഠിച്ച് വെക്കരുത്, കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. പി ക്യൂവിന്റെ സഹോദരിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് ഈ സഹോദരി നമ്മൾ എപ്പോഴും പാരലായിട്ട് വരച്ചാൽ പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. പി ക്യൂവിന്റെ സഹോദരിയാണ്. നമുക്ക് എഴുതാം പിയും ഉണ്ട് ക്യൂ ഉണ്ട്. അപ്പൊ പി ക്യൂവിന്റെ സഹോദരി. അപ്പൊ ഇങ്ങോട്ട് എന്താണ്? ഇങ്ങോട്ട് സഹോദരി, സിസ്റ്റർ ആണ്. അങ്ങോട്ട് നമുക്കറിയില്ല ഇത് പുരുഷനാണോ സ്ത്രീയാണെന്ന് അറിയാത്ത പക്ഷം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പി ക്യൂവിന്റെ സഹോദരി മീൻസ് ഇത് സ്ത്രീയാണെന്ന് മനസ്സിലായി. ഇനി എന്താ പറയുന്നത്? ആർ എന്നത് ക്യൂവിന്റെ അമ്മയാണ്. അമ്മ നമ്മൾ മുകളിലേക്കാണ് വരയ്ക്കുന്നത് അല്ലെ, മുകളിലേക്ക്. സോ ആർ എന്ന് പറയുന്നത് ക്യൂവിന്റെ അമ്മയാണ്. സോ അങ്ങോട്ട് മദർ ആണ് അല്ലെ, ഇങ്ങോട്ട് നമുക്ക് അറിയില്ല. ഓക്കെ അല്ലേ? ദെൻ ഇനി എന്താ പറയുന്നത്? എസ് എന്നത് ആറിന്റെ പിതാവാണ്. അപ്പൊ എസ് എന്ന് പറയുന്ന ആളുണ്ട്, അത് ആരാണ്? ആറിന്റെ ഫാദർ ആണ്. തിരിച്ച് നമുക്ക് അറിയില്ല. ശരിയല്ലേ? ഓക്കെ, എസിന്റെ അമ്മയാണ് ടി. സോ ഇവിടെ ടി ഉണ്ട്, എസിന്റെ അമ്മയാണ് ടി. സോ അങ്ങോട്ട് നമുക്ക് അറിയാം മദർ, ഇങ്ങോട്ട് നമുക്ക് അറിയില്ല. ഓക്കെ അല്ലേ? ദെൻ എസിന്റെ അമ്മയാണ് ടി എങ്കിൽ പിക്ക് എസുമായുള്ള ബന്ധം എന്താ? പിക്ക് എസുമായുള്ള ബന്ധമാണ് ചോദ്യം. ഓക്കെ അല്ലേ? ആയി നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കി, ഇത് ആരോ ആയിക്കോട്ടെ, ഇതൊരു ഫാദർ ആണ് അല്ലെ. സോ ഇതൊരു പുരുഷനാണ്. ഓക്കെ അല്ലെ? ഇത് പുരുഷനാണ് അല്ലെ, ഇത് പുരുഷനാണ്. സോ ഇത് ഫാദർ ആണ്. ആറിന്റെ ഫാദർ ആണ്. അപ്പൊ ഈ ആളിന്റെ മകനോ മകളോ ആണ് ആറെന്ന് പറയുന്നത് അല്ലെ. ഇനി ഇത് എന്താണ്? ഈ ആറെന്ന് പറയുന്നത് ക്യൂവിന്റെ അമ്മ ആയതുകൊണ്ട് ഇത് സ്ത്രീയാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. ഈ ആളിന്റെ മകളാണ് ആർ. ശരി, സ്ത്രീ ആയതുകൊണ്ട് ഇത് അങ്ങോട്ട് ഫാദർ ആണെങ്കിൽ ഇത് സ്ത്രീയാണ് അല്ലെ. സോ ഇതിന്റെ മകളാണ്, എസിന്റെ മകളാണ് ആർ. ആറിന്റെ മകനോ മകളോ ആണ് ക്യൂ. അപ്പൊ ക്യൂവിനെ നമുക്ക് വിടാം, കാര്യം ക്യൂവിന്റെ സഹോദരിയാണ്.
പി. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെട്ടി പി ആക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. സഹോദരി മീൻസ് സെയിം, രണ്ടുപേരും ഒരേ ആളിന്റെ മക്കൾ. ഈ സ്ത്രീയുടെ 2 മക്കളാണിത്. സോ നമുക്ക് ക്യൂനെ മാറ്റി പി വെക്കാം. എന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഈ ആളുടെ മകളുടെ മകളാണ് പി. കാര്യം പി മകൾ എന്ന് പറയാൻ കാര്യം സ്ത്രീയാണെന്ന് നമുക്ക് മനസ്സിലായ കാര്യം സിസ്റ്റർ ആണെന്ന് പറയുന്നത് സ്ത്രീയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് വായിച്ചു നോക്കാം. എന്താണ് ഇത്രയും പാടുന്നില്ല, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതിന് വേണ്ടി ഇത്രയും പറയുന്നതാണ്. ഇത്രയും ആവശ്യമൊന്നുമില്ല. സോ ഈ ആളുടെ മകളുടെ മകൾ, അതായത് കൊച്ചുമകൾ, എസിന്റെ കൊച്ചുമകളാണ് പി എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചോളുക. പിക്ക് എസുമായുള്ള ബന്ധം എന്ത് എന്നാണ് ചോദ്യം. പിക്ക് എസുമായുള്ള ബന്ധം, അതായത് ഇങ്ങനെ നമുക്ക് കൺഫ്യൂസിങ് അല്ല. കാര്യം ഇതിനകത്ത് നോക്കിയേ, ഇതിനകത്ത് കൊച്ചുമകളും ഉണ്ട് മുത്തച്ഛനും ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സാധനമാണ്. കാര്യം ഏത് എഴുതും, മുത്തച്ഛൻ എഴുതും, ചിലപ്പോ കൊച്ചുമകൾ എന്ന് എഴുതാം. ഇതിൽ ഏതാണ്? അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി നോക്കിക്കോളൂ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പിക്ക് എസുമായുള്ള ബന്ധം. പി അപ്പൊ അങ്ങനെ പഠിക്കുക. പിക്ക് എസുമായുള്ള ബന്ധം ചോദിച്ചാല് പി എസിന്റെ ആരാണ്? പി എസിന്റെ ആരാണ്? പി കൊച്ചുമകളാണ്. ശരിയല്ലേ? തിരിച്ച് എസിന് പിയുമായിട്ടുള്ള ബന്ധം ചോദിച്ചാൽ എസ് പിയുടെ ആരാണ്? എസ് പിയുടെ ആരാണ്? അത് മുത്തച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ചോദിക്കുന്നത് പി എസിന്റെ ആരാണ്? പി എസിന്റെ ആരാണ്? കൊച്ചുമകളാണ്. അങ്ങനെ തന്നെ എഴുതുക. സോ ആൻസർ ഡി ആണ്, കൊച്ചുമകളാണ്. ഓക്കെ അല്ലേ? നോക്കാം അടുത്തത്. ഒരു പരീക്ഷയിൽ അടുത്ത ക്വസ്റ്റ്യൻ, സോറി ഒരു ക്വസ്റ്റ്യൻ കൂടെ കാണിക്കാം. 5th ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയത്തിലും 15% പേർ തോറ്റാൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര? നമ്മൾ പറഞ്ഞ വെൻ ഡയഗ്രം ക്വസ്റ്റ്യൻ ആണ്. വെൻ ഡയഗ്രം അല്ലാതെയും ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. എനിവേ നമ്മൾ വെൻ ഡയഗ്രം വെച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നമ്മൾ പറയുന്നത്? എന്താണ് പറയുക? ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും ഗണിതത്തിലും. സോ ഇംഗ്ലീഷും ഗണിതവുമാണ്. സോ 2 സർക്കിൾ വരയ്ക്കാം. ഇത് ഇംഗ്ലീഷ്, ഇത് മാത്സ്. നമ്മൾ എപ്പോഴും എന്താ പറയാ, നമുക്കറിയാം ഇവ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പരാജയപ്പെട്ടതിനെ കുറിച്ചാണ്. സോ ഈ റൗണ്ട് എന്താണ്? അത് ഇംഗ്ലീഷ് പരാജയപ്പെട്ടവരും ഈ റൗണ്ട് എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്സിൽ പരാജയപ്പെട്ടവരാണ്. ഇതിന്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ്, വിശദമായി നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ നോക്കുക. അല്ലെങ്കിൽ വെണ്ടകത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ചോദിക്കാതെ തരാം. എനിവേ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഈ രണ്ടും തോറ്റവരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർസെക്ട് ചെയ്ത് നോക്കുന്ന മിഡിൽ പോർഷൻ എന്തായിരിക്കും? 2ലും തോറ്റവരായിരിക്കും. ആ കുട്ടി ഇവിടെ വരുന്ന ആളിന്റെ പ്രത്യേകത അത് ഇംഗ്ലീഷിനും തോറ്റിട്ടുണ്ടാവും, മാത്സിനും തോറ്റിട്ടുണ്ടാവും. അപ്പൊ ഇത് കോമൺ പോർഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഈ 2 സർക്കിളിനും വെളിയിൽ വരുന്ന ഈ പോർഷനോ, ഈ പോർഷൻ 2ലും വിജയിച്ചവരായിരിക്കും. ഇത് ഈ പോർഷൻ പറഞ്ഞാൽ വിജയിച്ചവരാണ്. ഓക്കെ അല്ലേ? അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തു? മിഡിൽ പോർഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ തോൽവിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതെന്താ? 2ലും തോറ്റവർ ഉണ്ടോ നോക്കിയേ. ഓക്കെ, 2 വിഷയങ്ങളിലും 15% പേർ തോറ്റു. അപ്പൊ ഇവിടെ വരുന്നത് 15 ആണ്. ഇനി നമുക്ക് ഓരോന്നിടത്ത് നോക്കാം. ഇതാണ് എപ്പോഴും ഫസ്റ്റ് എഴുതേണ്ടത്. ഇംഗ്ലീഷിന് തോറ്റവർ എത്ര പേരുണ്ട്? ഇംഗ്ലീഷിന് തോറ്റവര് 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് തോറ്റു. അതിൽ 15 ഇവിടെ ഇല്ലേ? അപ്പൊ ബാക്കി 25 അല്ലേ? ഈ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ 2 കൂടെ ചേരുമ്പോൾ 40 ആവണം. അല്ലെ ഇത് 15 ആണെങ്കിൽ ബാക്കി 40, ബാക്കി 25 നമ്മൾ പറഞ്ഞാണ് വിശദമായിട്ട്. സോ അത് നോക്കിക്കോളൂ നിങ്ങൾ. ഇതിനർത്ഥം എന്താ പറയുന്നത്? 53% പേർ ഗണിതത്തിൽ തോറ്റു. ആ ഗണിതം എടുക്കുമ്പോൾ നോക്കി 15% ഇവിടെ ഉണ്ട്. ഇനി ബാക്കി എത്രയുണ്ട്? ബാക്കി 53 ആവണമെങ്കിൽ 38%. അതല്ലേ ഇവിടെ വരിക? ക്ലിയർ അല്ലേ? നമുക്ക് എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? 2 വിഷയങ്ങളിലും വിജയിച്ചവർ എത്ര എന്നാണ് ചോദ്യം. 2 വിഷയങ്ങളിലും വിജയിച്ചവര് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതാ പോർഷൻ. അപ്പൊ നമുക്കറിയാം ഇതെല്ലാം കൂടി ചേരുമ്പോൾ 100% ആവണ്ടേ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇതും കൂടെ കൂട്ടുമ്പോൾ എത്ര? 100%. ഇത് നമുക്കറിയില്ല. ശരിയല്ലേ? വിജയിച്ചവർ. സോ നമ്മൾ എന്ത് എഴുതും? 25 + 15 + 38 പ്ലസ് ഈ വിന്നേഴ്സ് 100 കിട്ടണം. ശരിയല്ലേ? നോക്കി 25 15 കൂടെ ആകുമ്പോൾ 40 ആവും. 40 38 കൂടെ ആകുമ്പോൾ എന്താവും? 78 ആവും. വിന്നേഴ്സ് പറയുന്നത് 100 - 78 അപ്പുറത്ത് പോകുമ്പോൾ. സോ 22% ഉണ്ടോ നോക്കിയ ഓപ്ഷൻ അത് 22% ഡി ആണ് ഓപ്ഷൻ. സോ അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്. എന്റെ കാൽക്കുലേഷനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് പറയുക. ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതിന്റെ പ്രശ്നമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് പറയണം കേട്ടോ. സോ അതാണ് നമ്മുടെ എത്ര ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? 5 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ചോദ്യം നോക്കാം. അത് പറയുന്ന കോഡ് ഇങ്ങനെയാണ്. ചുവപ്പ് 12 ആണ്, നീല 20 ആണ്, വയലറ്റ് 42 ആണെങ്കിൽ മജന്തയുടെ കോഡ് എന്നാണ്. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് കറക്റ്റ്ലി ആയിട്ടാണ് അവരിങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് ചുവപ്പ് എന്നൊക്കെ വന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല. നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെയാണ്. റെഡ് ഇനി വേണമെങ്കിൽ ഇതിങ്ങനെ വന്നതുകൊണ്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആക്കുകയും ചെയ്യാം. ഓക്കെ, യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ചോദിക്കേണ്ടിയിരുന്നത്. റെഡ് 12, ദെൻ അതായത് ഇംഗ്ലീഷിൽ തന്നെയാണ് ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിനെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആയിരിക്കണം ഇങ്ങനെ ആയി പോയത്. ഇനി അവർ കറക്റ്റ് ആയിട്ട് നമ്മളെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ചുവപ്പ് എന്ന് തന്നെ എടുത്ത് എഴുതാണെന്ന് അറിയില്ല. എനിവേ പോസിബിലിറ്റി കൂടുതലാണ്. ഇങ്ങനെ ആയിരിക്കണം ചോദിച്ചത്. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിങ്ങനെ ആവാനാണ് സാധ്യത. ദെൻ അടുത്ത എന്താണ്? വയലറ്റ്.
അപ്പൊ അങ്ങനെ ഒരു ഐഡിയ കിട്ടിയ സ്ഥിതിക്ക് ഇനി അവരങ്ങനെയും കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചോദ്യം മജന്ത എന്നുള്ള. അപ്പൊ ഈ മജന്തയുടെ സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റിനൊക്കെ നോക്കിയാൽ മതി, അവിടെ ഉണ്ടാവും ഈ സാധനം. അങ്ങനെയാണ് സംഭവം. നമുക്കൊരു കൺഫ്യൂസിംഗ് ആയിട്ട് വരാം, കാര്യം പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ്, ഈ മജന്തയുടെ സ്പെല്ലിംഗ് കിട്ടണമെന്നില്ല, ജെ ആണോ അല്ലെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് ഒരു TH ഒക്കെ ആവായി പോയാൽ വരുന്നാൽ മതി. ലെറ്ററുകളുടെ എണ്ണം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മള്. ഓക്കെ, എനിവേ നിങ്ങൾക്ക് മജന്ത അറിയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് പെട്ടെന്ന് കൺഫ്യൂസിംഗ് ആയിട്ട് വന്നായിരുന്നു, അത് ജെ ആണോ ജി ആണോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് തോന്നിയത്. അപ്പൊ ചിലപ്പോൾ മേ ബി ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടാവാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചുവപ്പ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. എനിവേ റെഡ് 12 ആണ് എങ്കിൽ നമുക്ക് നോക്കാം, റെഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3 അല്ലേ? അപ്പൊ 3 × 4, ഇവിടെ എത്ര ഉണ്ട്? 4 × 5 എന്ന് പറഞ്ഞാൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ ഇൻറ്റു നെക്സ്റ്റ് നമ്പർ. സോ വയലറ്റ് എത്ര ഉണ്ട്? 6 ഉണ്ട്. സോ 6 × 7 42. അപ്പൊ ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കി, 1 2 3 4 5 6 7 7 അല്ലയോ? സോ 3 3 7. സോ 7 ഉണ്ട് × 8 56. എളുപ്പത്തിൽ കിട്ടാൻ സാധനം. സോ 56 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, സി ആണ് ഓപ്ഷൻ. അപ്പൊ അങ്ങനെ ആ ആൻസർ കിട്ടും. അപ്പൊ അതില് പ്രശ്നമില്ലാത്തതാണ്. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. 6:40 ക്ലോക്കിന്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമ്മളിത് ചെയ്യുന്ന എല്ലാം മെന്റാലിറ്റി ചോദ്യങ്ങളാണ്. അപ്പോ 6:40 നമ്മൾ ഒരുപാട് നിങ്ങൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നവർ, ഒരു ഫോർമുല യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. നമ്മൾ വേറൊരു മെത്തേഡിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 6:40 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഈ 6 അതുപോലെ താഴേക്ക് ഇടയ്ക്ക് എഴുതും അല്ലെ. എന്നിട്ട് 40നെ സൂചിപ്പിക്കുന്ന 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്കിൽ ഏത് സംഖ്യയിലാണ് സൂചി നിൽക്കുക? അത് 8ലാണ് നിൽക്കുക. 8ൽ നിൽക്കുമ്പോൾ നമ്മൾ ആ 40 പറയാം അല്ലെ. സോ ഇത് നമ്മൾ മൈനസ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിന് 30 കൊണ്ട് മൾട്ടിപ്ലൈ. എല്ലാ ക്വസ്റ്റ്യൻ സെയിം ആണ്. എന്താണ് 30 മൾട്ടിപ്ലിക്കേഷൻ? എപ്പോഴും ഇത് കോൺസ്റ്റന്റ് ആണ്, സ്ഥിരമായിട്ട് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഇതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പ്ലസ് അതിനോടൊപ്പം മിനിറ്റ് എത്രയാണോ അതിന്റെ പകുതി കൂട്ടും. അതാണ് നമ്മൾ ചെയ്യാം. മിനിറ്റിന്റെ പകുതി ഇവിടെ കൂട്ടും. അതായത് 40/2 20 അല്ലെ. നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ കേട്ടോ, ഒന്നുമില്ല. ആ ഫോർമുല തന്നെയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഒന്നുമില്ല. അപ്പോൾ 6 - 8 എത്രയാണ്? -2. സോ -2 × 30 + 20. -2 × 30 എത്രയാ വരിക? 5 × 30 -60 + 20, അതായത് -40. മൈനസും കളയാ. സോ 40 ഡിഗ്രി ആയിരിക്കും 6:40 ഇടയിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത്. സോ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. 6:40 ഇടയിൽ വരുന്ന ആംഗിൾ 40 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 8th ക്വസ്റ്റ്യൻ. ഓക്കെ, സോ 5 AM ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അതേ ദിവസം 10:20 AM വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ് എന്നാണ് ചോദ്യം. ഇത് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കി ഇങ്ങനെ കണക്കൂട്ടി ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോർമലി മാത്സ് ഉപയോഗിച്ചുകൊണ്ടും ചെയ്ത് നോക്കാം. എനിവേ നമുക്ക് നോക്കാം എന്താണ് 5 AM ശരിയായി സജ്ജീകരിക്കുന്ന വാച്ച് 10:20 AM. അപ്പൊ 5 മണി മുതൽ 10:20 വരെ എത്ര സമയം ഉണ്ടെന്ന് നോക്കാം അല്ലെ. നോക്കാം എന്താ പറയുന്നത്. 5:20 മുതൽ 6 7 8 9 10 10 മണി വരെ ആയപ്പോ 5 മണിക്കൂറായി അല്ലെ. ഇനി 20 മിനിറ്റ് കൂടി, അതായത് 5 മണിക്കൂർ ആകുമ്പോൾ 5 × 60 300 മിനിറ്റ്, ശരിയല്ലേ. അതായത് 5 മണി മുതൽ 10 മണി വരെ, 5 മണി മുതൽ 10 മണി വരെ എത്രയുണ്ട്? അത് 5 അവർ ഉണ്ട്. 5 അവർ മീൻസ് 5 × 60 300 മിനിറ്റ്. പിന്നെ 10:20 ആണല്ലേ, 10:20 ആകുമ്പോൾ 20 മിനിറ്റ് കൂടെ ആയി. സോ ടോട്ടൽ 320 മിനിറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ള സമയം. 320 മിനിറ്റ്. നമുക്കറിയാം 30 മിനിറ്റില് ഇത് മാത്സ് ചെയ്യുന്നുണ്ട്, അല്ല നമുക്ക് ഐഡിയ വെച്ച് ചെയ്ത് നോക്കാം. 30 മിനിറ്റില് 2 മിനിറ്റ് എന്ത് ചെയ്യുന്നു? അധികം കാണിക്കണം എന്നല്ലേ. 2 മിനിറ്റ് അധികം കാണിക്കുന്നു. അപ്പോൾ 1 മിനിറ്റിൽ എത്രയായിരിക്കും? 1 മിനിറ്റിൽ 2/30 ആയിരിക്കും. ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത്രയും പറയേണ്ട ആവശ്യമൊന്നുമില്ല. 2/30 ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ 320 മിനിറ്റിൽ എത്രയായിരിക്കും? 320 മിനിറ്റിൽ 320 × 2/30 അല്ലേ. കട്ടായിപ്പോയി. അപ്പൊ 32 നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് 10.something എന്ന് വരും. 10.something × 2 എന്ന് പറയുമ്പോൾ 20.something എന്ന് വരും. അതായത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 20 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും, ശരിയല്ലേ. അതായത് 20 മിനിറ്റ് ആയിരിക്കും കൂടുതലാവുക. അപ്പൊ നമുക്ക് നോക്കാം, ഈ 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലാവുകയാണോ കുറവാവുകയാണോ ചെയ്യുന്നത് നമുക്ക് നോക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 30 മിനിറ്റ് ആകുമ്പോൾ 2 മിനിറ്റ് അധികം കാണിക്കും. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, 1 മണിക്കൂർ ആകുമ്പോൾ എത്ര മിനിറ്റ്? 4 മിനിറ്റ് അധികം കാണിക്കും. അതായത് കറക്റ്റ് ഇപ്പൊ നമ്മൾ 5 മണിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 6 മണി എത്തുമ്പോൾ കറക്റ്റ് ടൈം 6 ആകുമ്പോൾ അത് കാണിക്കുന്നത് എത്രയായിരിക്കും? 6:04 ആയിരിക്കും.
ശരിയല്ലേ? കാര്യം 30 മിനിറ്റിൽ 2 മിനിറ്റ്, 1 മണിക്കൂറാകുമ്പോൾ 4 മിനിറ്റ് കൂടുതൽ കാണിക്കും, കൂടുതൽ ഓടുന്നതാണ് പറയുന്നത്. സോ കറക്റ്റ് 6 മണിയാകുമ്പോൾ 6:04 ആയിരിക്കും ക്ലോക്കിൽ കാണിക്കുന്ന സമയം, തെറ്റായി കാണിക്കുന്ന സമയം. അതായത് നമുക്ക് ഈ കിട്ടുന്ന സമയത്ത് നമ്മൾ എത്ര കുറയ്ക്കുമ്പോഴാണ് പറയുകയ്ക്ക് വരുന്നത്, ആ ടൈം കുറയ്ക്കുമ്പോഴാണ്, അധികം വരുന്ന സമയം കുറയ്ക്കുമ്പോഴാണ് റിയൽ ടൈം കിട്ടുക. അപ്പൊ റിയൽ ടൈം കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 20 മിനിറ്റ് ആയിരിക്കും ക്ലോക്കിൽ അധികം കാണിക്കുന്നത്, അല്ലെ? ഇപ്പൊ എത്രയാണ് കാണിച്ചിരിക്കുന്നത്? 10:20 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു കുറയ്ക്കേണ്ടത് എത്രയായിരിക്കും? തിരിച്ചു കുറയ്ക്കേണ്ടത് 20 മിനിറ്റ് ആയിരിക്കുന്ന 20 മിനിറ്റ്. അപ്പൊ എത്രയാണ്? ഏകദേശം 10 മണിയായിരിക്കും യഥാർത്ഥ സമയം എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല. എനിവേ 10 മണി ഉണ്ടോ എന്ന് നോക്കുക. 10 AM ഉണ്ട്. സോ 10 AM ആയിരിക്കും റിയൽ ആയിട്ട് കാണിച്ചിരിക്കുക. കാര്യം എപ്പോഴും സമയം അധികം ഓടും. നമുക്കറിയാം നമ്മുടെ വാച്ച് സ്പീഡായിട്ട് ഫാസ്റ്റ് ആയിട്ട് ഓടുക മീൻസ് റിയൽ ടൈമിനേക്കാൾ കൂടുതൽ സമയമായിരിക്കും കാണിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ കാണിക്കുന്നത്, ഇപ്പൊ കാണിക്കുന്ന സമയം 10:20 ആണെങ്കിൽ അതിൽ നിന്ന് 20 മിനിറ്റ് കുറയ്ക്കണം. അതായത് 10 മണിയായിരിക്കും സമയം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ലോജിക്കലി വേണമെങ്കിലും നമുക്ക് ചെയ്തു നോക്കാം, അല്ലെ? 1 മണിക്കൂറിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 1 മണിക്കൂറിൽ 4 മിനിറ്റ്, അല്ലെ? 2 മണിക്കൂറിൽ 8 മിനിറ്റ്, അങ്ങനെ എത്ര മണിക്കൂർ? 5 മണിക്കൂറുണ്ടല്ലേ? അപ്പൊ 3 മണിക്കൂറിൽ 10 മിനിറ്റ്, ഇങ്ങനെ 12 മിനിറ്റ് എന്ന് കൂട്ടിയാൽ മതി. 4 മണിക്കൂറിൽ 16 മിനിറ്റ്, 5 മണിക്കൂറിൽ 20 മിനിറ്റ്, 20 മിനിറ്റ് അധികം കാണിക്കും. അപ്പൊ ഇപ്പൊ സമയം 10:20. സോ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, എനിവേ പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ പറയാ, ഇതാണ് തുടർച്ചയായിട്ടുള്ള ഒരു നോക്കാം. then 9th one. ഓക്കെ, തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ആണെന്നാണ് പറയുന്നത്. ദെൻ ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇതൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തതാണ്. ഇത് മെന്റബിലിറ്റി ചോദ്യങ്ങളായിട്ട് പറയാൻ പറ്റില്ല, മാത്സ് റിലേറ്റഡ് ചോദ്യമാണ്. അപ്പോൾ എന്താ പറയുക, തുടർച്ചയായ 6 ഇരട്ട സംഖ്യ നമുക്ക് നോക്കാം. വെറുതെ വരച്ചു. 1, 2, 3, 4, 5, 6 തുടർച്ചയായിട്ടുള്ള 6 ഇരട്ട സംഖ്യ, അല്ലെ? ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്താണ്? 25 ആണെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ശരാശരി എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് വരുന്ന ടേമാണ്, മധ്യഭാഗത്ത് വരുന്ന സംഖ്യയാണ് ശരാശരി എന്ന് പറയാം. അപ്പൊ 3 സംഖ്യകൾ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ നമ്മൾ എടുക്കുന്നത്. ഒറ്റ സംഖ്യ മീൻസ് സംഖ്യകൾ എടുക്കുന്ന ഒറ്റ സംഖ്യ എന്നല്ല, സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ ഇവിടെ 6 ഇരട്ട സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ 6 സംഖ്യകളാകുമ്പോൾ എന്താ പറയുക? 1, 2, 3, 4, 5, 6 സംഖ്യ അല്ലേ? മിഡിൽ എത്ര വരും നോക്കിയേ? മിഡിൽ 2 സംഖ്യകളായിരിക്കും വരുന്നത്. പക്ഷെ സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ മിഡിൽ 1 സംഖ്യയെ വരുള്ളൂ. അതായിരിക്കും അതിന്റെ ശരാശരി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇരട്ട സംഖ്യകൾ ഇപ്പൊ നോക്കി 4 സംഖ്യകളാണ് വരുന്നതെങ്കിൽ മിഡിൽ 2 ടേം വരും, അല്ലെ? അപ്പൊ ഇതിന്റെ മിഡിൽ വരുന്നതായിരിക്കും അതിന്റെ ശരാശരി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്ത് പറയാം? 1, 2, 3, 4, 5, 6 ടേമുകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ ശരാശരി എന്ന് പറയുന്നത് മിഡിൽ വരുന്ന ടേം ആയിരിക്കും. മിഡിൽ മീൻസ് ഇന്ന് മിഡിൽ 2 ടേം ഉള്ളതുകൊണ്ട് ഈ 2 ടേമിന്റെയും ഇടയ്ക്കായിരിക്കും ശരാശരി വരിക. അത് 25 ആണ്. അങ്ങനെ ചിന്തിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോ എന്താ പറഞ്ഞേക്കുന്നത്? അത് 25 ആണെങ്കിൽ ഇതിൽ വലുതും ചെറുതുമായിട്ടുള്ള സംഖ്യകൾ ഇരട്ട സംഖ്യയല്ലേ? തുടർച്ചയായി 6 ഇരട്ട സംഖ്യയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം മിഡിൽ ഇത് ഇരട്ട സംഖ്യ അല്ല, 25 ഇരട്ട സംഖ്യ അല്ലല്ലോ. സോ അതുകൊണ്ട് തൊട്ടടുത്ത ഇരട്ട സംഖ്യ 26 ആയിരിക്കും, ഇപ്പുറത്ത് 24 ആയിരിക്കും. സോ ഇങ്ങോട്ട് 22, ഇത് 20, ഇങ്ങോട്ട് 28, ഇത് 30. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ശരാശരി. ശരാശരി ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അതിന്റെ അപ്പുറപ്പുറമുള്ള ഇരട്ട സംഖ്യകളായിരിക്കും, അല്ലെ? അപ്പൊ ഇങ്ങനെ കോൺസിക്യൂട്ട് ആയിരിക്കും പോകുന്ന. സോ 20 + 30 നമുക്ക് 50 എന്ന് കിട്ടും. ആദ്യത്തെ അവസാന സംഖ്യകളുടെ തുകയാണ് ചോദ്യം എന്ന് തോന്നുന്നു. സംഖ്യകളുടെ വ്യത്യാസമാണ്. സോറി. അപ്പൊ 30 - 20 10 എന്നാണ് കിട്ടുക. 10 ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഓപ്ഷനകത്ത് 10 ഉണ്ട്, ബി ആണ് ഓപ്ഷൻ. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു പോവുക. എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ വേറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ടാവും. എനിവേ ഒരുപാട് മെത്തേഡ് ഉണ്ട്, ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള സാധനം ചൂസ് ചെയ്യാം. ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഷേക്ക് ഹാൻഡിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കലുകളുടെ എണ്ണം എത്ര? ഷേക്ക് ഹാൻഡ്സിനെയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കൈകുലുക്കൽ എന്ന് വന്നത്. അപ്പൊ അതുകൊണ്ട് എനിവേ കൈകുലുക്കൽ നമുക്കറിയാം ഷേക്ക് ഹാൻഡ്സുകളാണ്. മലയാളത്തിൽ കറക്റ്റ് വരുവാണെങ്കിൽ ഹസ്തദാനം എന്നാണ് മുൻപൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുള്ളത്. ഹസ്തദാനങ്ങളുടെ എണ്ണം എത്ര? ഇത് പക്ക ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടായിരിക്കണം കൈകുലുക്കൽ എന്ന് വന്നത്. എന്തായാലും നോക്കാം എന്താ പറയുന്നത്. 40 ഇത് നമ്മൾ വ്യക്തമായിട്ട് 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സിംപ്ലി ഇങ്ങനെ പറയാം, ക്വസ്റ്റ്യൻ 2 ടൈപ്പ് നമുക്കൊന്ന് പഠിച്ചു പോകാം. ഈ ടൈപ്പ് എന്ന് പറയുന്നത് ഒന്ന്, ഒരു കൂട്ടം ആൾക്കാർ, ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർ പരസ്പരം ഹസ്തദാനം കൊടുക്കുന്നു എന്നുള്ളത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി മറ്റൊരു തരത്തിലുള്ള ചോദ്യമുണ്ട്. അതെന്ന് പറയുന്നത് 2 ടീമുകൾ പരസ്പരം
അതായത് ഒരേ ടീമിലുള്ളവർ കൈ കൊടുക്കുന്നില്ല, പകരം 2 ടീമുകളുണ്ട്, അവർ പരസ്പരം 2 ടീമുകളുമായിട്ട് ഷേക്ക് ഹാൻഡ്സ് നൽകുന്നു. അവിടെ എണ്ണം എത്ര? ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നത് വ്യത്യസ്ത ടീമുകൾ തമ്മിൽ കൈ കൊടുക്കുന്നത് കൊണ്ട് ഒരേ ടീമിലെ ആൾക്കാർ പരസ്പരം കൈ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അത് 2 ടീം, ക്രിക്കറ്റ് ടീം ഉണ്ടെന്ന് വിചാരിക്കുക, അവര് പരസ്പരം കൈ കൊടുക്കുന്നു. ഇനി അതല്ല, അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് അവര് പരസ്പരം ഒരേ ടീമുകൾ തമ്മിൽ കൈ കൊടുക്കുന്നു. രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പോ പഠിച്ചു വെച്ചോളുക. ഒരേ ടീമുകളാണ് കൈ കൊടുക്കുന്നതെങ്കിൽ, ഒരേ ടീമിലെ അംഗങ്ങളാണ് കൈ കൊടുക്കുന്നതെങ്കിൽ, ഒരേ സാധനം സെയിം ടീമിലെ അംഗങ്ങളാണ് കൈ കൊടുക്കുന്നതെങ്കിൽ അവിടെ n×n-1/2 എണ്ണമായിരിക്കും ഷേക്ക് ഹാൻഡ്സുകളുടെ എണ്ണം. ഇനി വ്യത്യസ്ത ടീമുകളാണ്, അതായത് 2 ടീമുകളുണ്ട്, ആ ടീമുകൾ തമ്മിലാണ് കൊടുക്കുന്നതെങ്കിൽ, വ്യത്യസ്ത ടീമാണ്, ഡിഫറന്റ് ആണെങ്കിൽ അവിടെ n² എന്നായിരിക്കും. അത് പഠിച്ചു വെച്ചോളൂ. അതായത് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരേ ആൾക്കാർ, ഒരേ ടീമിലുള്ള എല്ലാവരും പരസ്പരം കൈ കൊടുക്കുകയാണ്. അതായത് ഒരേ ടീം എന്ന് നമുക്ക് കണക്കാക്കാം. 40 പേരുണ്ട്, 40 പേരും പരസ്പരം കൈ കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ആൻസർ എന്തായിരിക്കും? 40 × n-1. 40 - 1 39/2. ഇത് കട്ട് ചെയ്യുമ്പോൾ 20 എന്ന് വരും. 20 × 39 എന്ന് പറയുന്നത് 30 × 2 78. 780 ഷേക്ക് ഹാൻഡ്സ് ഓപ്ഷൻ ഉണ്ടോ നോക്കി. 780 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതാണ്. ഇനി വ്യത്യസ്ത ടീം എങ്ങനെയായിരിക്കും? 2 ക്രിക്കറ്റ് ടീമുകളെന്ന് വിചാരിക്കുക. 2 ടീമുകൾ പരസ്പരം, ഇന്ത്യ ഓസ്ട്രേലിയ ടീമുകൾ പരസ്പരം കൈ കൊടുക്കുകയാണ്. അതായത് ഇവിടെ ടീമുണ്ടാകും, ഇവരെ അങ്ങോട്ടും ഇങ്ങനെ എല്ലാവരും കൈ കൊടുക്കുന്നു, ഇവിടെ നിന്ന് കൈ കൊടുക്കുക, അങ്ങനെയാണ് സംതിങ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 11 പേര്, ഇവിടെ 11 പേര്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അവിടെ 11² ആയിരിക്കും. 121 ഷേക്ക് ഹാൻഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 121 ഷേക്ക് ഹാൻഡ്സിലായിരിക്കും. അത് വ്യത്യസ്തമായിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതിന് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത 10 ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ നെഗറ്റീവ്സ് എല്ലാം നിങ്ങൾ അത് പറഞ്ഞിരിക്കുക. മാക്സിമം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എടുക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം.